सरस्वती नमस्तुभ्यं वरदे कामरूपिणि വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിഷ്കിന്ധാകാന്ഡം ആരംഭം മുതൽ ബാലിവധം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത രാമായണ കഥ കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത്. ഓരോ കാണ്ഡത്തിൻ്റെയും ആരംഭത്തിൽ കവി കിളിയെ സാദരം കഥ പറയാൻ ക്ഷണിക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലും ഈ രീതി തുടരുന്നു. ക്രിയാമാർഗോപദേശം, സ്വയംപ്രഭാചരിതം, സമ്പാദീചരിതം തുടങ്ങിയ കാര്യങ്ങളാണ് കിഷ്കിന്ധാകാന്ഡത്തിലെ പ്രധാന പ്രതിപാദ്യം. സുഗ്രീവ സഖ്യം, ബാലിവധം, താരോപദേശം തുടങ്ങിയവയും കിഷ്കിന്ധയെ കേന്ദ്രമാക്കി നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്രകാരം കിഷ്കിന്ധാകാന്ഡം എന്ന പേര് കഥാസ്വരൂപത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ചാരുശീലയും ആരോമലുമായ ശാരിക പൈതലെ, നീ വന്ന് കഥാശേഷവും പറഞ്ഞു തരിക. കാമവേദിയായ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറഞ്ഞ കഥ ശാരിക പൈതൽ പറഞ്ഞു തുടങ്ങി. ഹനുമൽ സമാഗമം. വസന്തകാലത്ത് ഭൂമി മുഴുവൻ സുഖശീതളമായിരുന്നു. രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ പാർശ്വഭാഗത്തുകൂടി നെടുവീർപ്പിട്ടുകൊണ്ട് വിലപിച്ചും സീതാവിരഹം സഹിക്കാൻ കഴിയാതെ കരഞ്ഞും കാമപീഡയാൽ വലഞ്ഞും പലതും പുലമ്പിക്കൊണ്ട് നടന്നു. അത് കണ്ട സൂര്യപുത്രനായ സുഗ്രീവൻ ഭയപ്പെട്ട് മന്ത്രിമാരോടുകൂടി കുതിച്ചു പാഞ്ഞ് പർവ്വതത്തിൻ്റെ പൊക്കമേറിയ കൊടുമുടിയിലെത്തി. ഭയപരവശനായ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു, എന്തിനും തയ്യാറായി 2 പേർ ഇങ്ങോട്ട് വരുന്നു. കണ്ടിട്ടവർ വളരെ ധീരന്മാരാണ് എന്ന് തോന്നുന്നു. നീ വേഗം പോയി ഇവർ ആരാണെന്ന് മനസ്സിലാക്കി വരൂ. ജ്യേഷ്ഠനായ ഭാര്യ നിയോഗിച്ചതനുസരിച്ച് എന്നെ കൊല്ലാൻ വരുന്നവരാണോ? അവർ വലിയ പരാക്രമശാലികളാണ് എന്ന് തോന്നുന്നു. അവരുടെ തേജസ് വ്യാപിച്ച് ദിക്കുകളെല്ലാം പ്രകാശിക്കുന്നു. താപസ വേഷമാണ് ധരിച്ചിരിക്കുന്നത് എങ്കിലും അവരുടെ കൈകളിൽ വില്ല്, അമ്പ്, വാൾ തുടങ്ങിയ ആയുധങ്ങൾ കാണുന്നുണ്ടല്ലോ. വായുപുത്ര, നീ ബ്രാഹ്മണ വേഷം ധരിച്ച് അവരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം. മുഖം, കണ്ണ്, സംഭാഷണം എന്നിവയുടെ ഭാവഭേദങ്ങൾ കണ്ട് അവരുടെ മനസ്സറിയണം. ശത്രുക്കളാണെങ്കിൽ കയ്യടയാളങ്ങളിലൂടെ വേഗം വിവരമറിയിക്കണം. അതല്ല, മിത്രമാണെങ്കിൽ നിന്റെ മുഖപ്രസാദം, പുഞ്ചിരി എന്നിവയിലൂടെ കാര്യം സൂചിപ്പിക്കണം. സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് അഞ്ജനാപുത്രനായ ഹനുമാൻ ബ്രഹ്മചാരിയുടെ വേഷം സ്വീകരിച്ച് വേഗം ചെന്ന് ലോകനാഥനായ ശ്രീരാമൻ്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചു. താമരപ്പൂവിതൾ പോലുള്ള കണ്ണുകളുള്ള മനുഷ്യശ്രേഷ്ഠതയെ തൊഴുതിട്ട് വിനയപൂർവ്വം ചോദിച്ചു, കാമദേവനെ ജയിക്കുന്ന ശോഭയോടുകൂടിയ നിങ്ങൾ ഇരുവരും ആരാണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാലും. സ്വന്തം തേജസ്സുകൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിപ്പിക്കുന്ന നിങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ് എന്ന് തോന്നുന്നു. 3 ലോകത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാണ് നിങ്ങളെന്ന് കണ്ടിട്ട് തോന്നുന്നു. ലോകൈക വീരന്മാരായ നിങ്ങൾ അശ്വിനികുമാരന്മാരാണോ? അതോ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതന്മാരായ വിശ്വരൂപന്മാരോ? പ്രപഞ്ചത്തിൻ്റെ ആദികാരണമായ പുരുഷന്മാർ ഭൂമിയുടെ ഭാരമില്ലാതാക്കി രക്ഷിക്കുന്നതിനു വേണ്ടി മായാമാനുഷന്മാരായി ക്ഷത്രിയന്മാരുടെ വേഷത്തിൽ സഞ്ചരിക്കുന്ന പുണ്യപുരുഷന്മാരാണ് നിങ്ങൾ. നിത്യസ്വതന്ത്രന്മാരായ നിങ്ങൾ ലീലയായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, നാശം എന്നിവയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നവരാണ്. നിങ്ങൾ മോക്ഷം നൽകുന്ന നരനാരായണന്മാരാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന ഭക്തനെ നോക്കി രഘുനാഥൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, ഈ ബ്രഹ്മചാരിയെ നോക്കൂ. ഇവൻ ശബ്ദശാസ്ത്രം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ഇവൻ്റെ വർത്തമാനത്തിൽ ഒരു അപശബ്ദം പോലുമില്ല. ഈ ബ്രഹ്മചാരി നല്ല വൈയാകരണനാണ് തീർച്ച. അനന്തരം മാനവവീരനായ ശ്രീരാമൻ വാനരശ്രേഷ്ഠനായ ഹനുമാനെ നോക്കി മെല്ലെ പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ മകനായ എൻ്റെ പേര് രാമൻ എന്നാണ്. ഇവൻ എൻ്റെ അനുജൻ ലക്ഷ്മണൻ. മഹാബുദ്ധിമാനായ നീ സന്തോഷപൂർവ്വം ഞാൻ പറയുന്ന പരമാർത്ഥം കേട്ടുകൊള്ളുക. എൻ്റെ ഭാര്യയായി ജനകൻ്റെ മകൾ സീത എന്നു പേരോടുകൂടിയ ഒരു സുന്ദരി കൂടിയുണ്ട്. അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് തപസ്സു ചെയ്യുന്നതിന് ഞങ്ങൾ കാട്ടിലെത്തി. ദണ്ഡകവനത്തിൽ താമസിക്കുന്ന കാലത്ത് അതിഭയങ്കരനായ ഒരു രാക്ഷസൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ കാട്ടിൽ അവളെ അന്വേഷിച്ച് നടക്കുന്നു. അവളെ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നിന്നെ ഇവിടെ കണ്ടെത്തിയത്. സ്നേഹിത, നീ ആരാണ് എന്ന് പറയൂ. ഹനുമാൻ തൊഴുതുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, രഘുനാഥ, സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠൻ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് വസിക്കുന്നു. മന്ത്രിമാരായ ഞങ്ങൾ 4 പേർ അദ്ദേഹത്തെ പിരിയാതെ സദാ കൂടെ നടക്കുന്നു. ജ്യേഷ്ഠനായ ബാലി അനുജനായ അവനെ അട്ടിപ്പായിച്ചു. മാത്രമല്ല സുഗ്രീവൻ്റെ ഭാര്യയെയും അവൻ സ്വന്തമാക്കി. ഞങ്ങൾ ഋഷ്യമുഖ പർവ്വതം താവളമാക്കി ബാലിയെ ഭയമില്ലാതെ വസിക്കുന്നു.
അവൻ്റെ ഭൃത്യനും വായുപുത്രനുമായ വാനരനാണ് ഞാൻ. അഞ്ജനയുടെ മകനായ എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ഞങ്ങളുടെ സങ്കടം തീർത്ത് രക്ഷിക്കണം. സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ ഇരു കൂട്ടർക്കും എളുപ്പം ശത്രുക്കളെ വധിക്കാൻ കഴിയും. ഇതിനുവേണ്ടി നല്ലവണ്ണം ഞാൻ പരിശ്രമിക്കാം. എനിക്ക് മറ്റൊരു ആശയമില്ല. ദയാനിധി, ഞാൻ പറഞ്ഞതെല്ലാം അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എന്നോടൊപ്പം എഴുന്നള്ളിയാലും സങ്കടമെല്ലാം ഇല്ലാതാകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വന്തം രൂപത്തിൽ ശ്രീരാമൻ്റെ മുമ്പിൽ നിന്നു. നിങ്ങൾ ദുഃഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ചുമലിൽ കയറുക. ഇത് കേട്ട ശ്രീരാമൻ ശബരി പറഞ്ഞ വാക്കുകളോർത്ത് സമ്മതം മൂളി. ശ്രീരാമനെയും ലക്ഷ്മണനെയും ചുമലിൽ ഏറ്റിക്കൊണ്ട് ഹനുമാൻ സുഗ്രീവൻ്റെ മുമ്പിലെത്തി ഇങ്ങനെ പറഞ്ഞു: സൂര്യപുത്രനായ സുഗ്രീവ, നീ പേടിക്കേണ്ട. സൂര്യവംശത്തിൽ ജനിച്ച രാമനും ലക്ഷ്മണനും നിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു. ആലോചിച്ചാൽ ഇത് വലിയ ഭാഗ്യം തന്നെ. ആ പർവ്വതത്തിന് മുകളിലുള്ള വലിയ മരത്തിൻ്റെ തണലിൽ ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ ചുമലിൽ നിന്ന് ഇറക്കി. ലോകനായകരായ കുമാരന്മാർ ക്ലേശമുക്തമായ മനസ്സോടെ നിന്നു. ഹനുമാൻ പരമാനന്ദത്തോടെ സുഗ്രീവനോട് പറഞ്ഞു: സുഗ്രീവ, നീ ഭയപ്പെടേണ്ട. സൂര്യവംശത്തിൽ ജനിച്ച യോഗീശ്വരന്മാരായ രാമലക്ഷ്മണന്മാരാണ് എഴുന്നള്ളിയിരിക്കുന്നത്. ഇനി നീ ആരെയും പേടിക്കേണ്ട. വേഗം ചെന്ന് സഖ്യം ചെയ്ത് ഭഗവത് ഭക്തന്മാരിൽ പ്രിയമുള്ളവനായി കഴിയുക. സന്തുഷ്ടനായ സുഗ്രീവൻ എഴുന്നേറ്റ് സംഭ്രമത്തോടെ തളിരിലകൾ പറിച്ച് തറയിൽ നിരത്തി ലോകനാഥനായ ശ്രീരാമന് ഇരിക്കാൻ ഇരിപ്പിടമുണ്ടാക്കി. അതുപോലൊരു ഇരിപ്പിടം ലക്ഷ്മണൻ ഇരിക്കാൻ ഹനുമാനും തയ്യാറാക്കി. അത് കണ്ട ലക്ഷ്മണൻ സുഗ്രീവൻ ഇരിക്കാനും തളിരിലകൾ ഇറുത്ത് നിലത്തു വിരിച്ചു. എല്ലാവരും ദുഃഖം മറന്ന് സസന്തോഷം ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ശ്രീരാമൻ്റെ വൃത്താന്തമെല്ലാം ലക്ഷ്മണൻ സുഗ്രീവനെ അറിയിച്ചു. അപ്പോൾ ധീരനായ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു: സ്ത്രീരത്നമായ സീതാദേവിയെ തീർച്ചയായും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ശത്രുക്കളെ നശിപ്പിക്കാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഒരു സ്നേഹിതനായി കഴിവതും ഞാൻ പ്രയത്നിക്കാം. അതോർത്ത് സങ്കടപ്പെടരുത്. അങ്ങയുടെ ദുഃഖമെല്ലാം തീർച്ചയായും ഞാൻ ഇല്ലാതാക്കാം. രാവണനെ വംശത്തോട് വധിച്ച് ദേവിയെ ഞാൻ വീണ്ടെടുത്ത് കൊണ്ടുവരാം. ഒരു ദിവസം ഞാനൊരു സംഭവം കണ്ടു. അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. 4 മന്ത്രിമാരോടൊപ്പം ഞാൻ പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുമ്പോൾ ഒരു ദിവസം സുന്ദരിയായ ഒരു യുവതിയെ ഒരു രാക്ഷസ നായകൻ ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോകുന്നത് കണ്ടു. രക്ഷിക്കാൻ ആരുമില്ലാതെ രാമ രാമ എന്ന് പറഞ്ഞ് വിലപിക്കുകയായിരുന്ന ആ യുവതി തീർച്ചയായും അവിടുത്തെ ഭാര്യയായിരിക്കണം. ആ ഉത്തമ സ്ത്രീ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന ഞങ്ങളെ കണ്ട് ദുഃഖത്തോടെ ആഭരണങ്ങൾ മേൽമുണ്ടിൽ പൊതിഞ്ഞ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇട്ടു. അത് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാണണമെങ്കിൽ കണ്ടാലും. സീതാദേവിയുടെ ആഭരണങ്ങൾ കണ്ടാൽ മാനവവീര അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആഭരണപ്പൊതി കൊണ്ടുവന്ന് ശ്രീരാമൻ്റെ മുമ്പിൽ വെച്ചു. ശ്രീരാമചന്ദ്രൻ അതെടുത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നെപ്പോലെ നിങ്ങളും മനോഹരിയ സീതയെ പിരിഞ്ഞുപോയോ? സീതേ, ജാനകി, നാഥേ, മനോഹരി, എൻ്റെ പ്രിയ വല്ലഭേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ തിരുമാറോട് ചേർത്ത് സാധാരണക്കാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു. ദുഃഖഭാരത്താൽ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ശ്രീരാമനോട് ലക്ഷ്മണൻ പറഞ്ഞു: അങ്ങ് ദുഃഖിക്കരുത്. വാനരവീരനായ സുഗ്രീവൻ്റെ സഹായത്തോടെ താമസിയാതെ രാവണനെ കൊന്ന് സുന്ദരിയായ സീതയെ വീണ്ടെടുക്കാം. പ്രഭു, അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുക. അത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു: അങ്ങ് ദുഃഖിക്കരുത്. രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് അങ്ങേക്ക് നൽകുന്നുണ്ട്. ധരാപതി, അങ്ങ് ധൈര്യമായി ഇരുന്നാലും. ലക്ഷ്മണൻ്റെയും സുഗ്രീവൻ്റെയും ആശ്വാസവാക്കുകൾ കേട്ട് ശ്രീരാമൻ്റെ ദുഃഖം അല്പം ശമിച്ചു. ഇനി വാലി സുഗ്രീവ കലഹകഥ. വാനരശ്രേഷ്ഠനായ ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ച് ശുഭമുഹൂർത്തത്തിൽ സഖ്യം ചെയ്യിപ്പിച്ചു. ശ്രീരാമനും സുഗ്രീവനും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. കാര്യം സാധിക്കാമെന്ന പരസ്പര വിശ്വാസത്തോടെ ദുഃഖം വെടിഞ്ഞ് അവർ പൊക്കമേറിയ പർവ്വതത്തിന് മുകളിൽ വസിച്ചു. ബാലിയും താനുമായി ശത്രുക്കളാകാനുണ്ടായ കാരണം സുഗ്രീവൻ ശ്രീരാമന് വിവരിച്ചു കൊടുത്തു. പണ്ട് മയൻ്റെ പുത്രനായി മായാവി എന്നൊരു രാക്ഷസൻ ഉണ്ടായി. തന്നോട് എതിരിട്ട് യുദ്ധം ചെയ്യാൻ ആരുമില്ലാതെ അഹങ്കാരത്തോടെ മതിച്ചു നടക്കുന്ന കാലത്ത് കിഷ്കിന്ധയിലെത്തി വാനര രാജാവായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. അത് കേട്ട് കോപിഷ്ഠനായ ബാലി മായാവിയുമായി ഏറ്റുമുട്ടി അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ദുഷ്ടനായ അസുരൻ പേടിച്ചോടി. ബാലി അവനെ പിന്തുടർന്നു. അത് കണ്ട് ഞാനും പിന്നാലെ ചെന്നു. അസുരൻ ചെന്ന് ഒരു ഗുഹയിൽ ഒളിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു: ഞാൻ ഗുഹയ്ക്കകത്ത് പോയി ഇവനെ കൊല്ലാം. നീ ഗുഹാദ്വാരത്തിൽ നിൽക്കണം. ഗുഹാമുഖത്ത് പാല് ഒഴുകി വരികയാണെങ്കിൽ അസുരൻ മരിച്ചു എന്ന് കരുതണം. ചോര വന്നാൽ ഞാൻ മരിച്ചെന്ന് വിചാരിച്ച് ഗുഹാദ്വാരം അടച്ചിട്ട് നീ പോയി ഭരിക്കുക.
ഇങ്ങനെ പറഞ്ഞിട്ട് ബാലി ഗുഹയ്ക്കകത്തേക്ക് കടന്നു. ഞാൻ ഗുഹാമുഖത്ത് നിന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും കപീശ്വരൻ പുറത്തു വന്നില്ല. ഗുഹയ്ക്കകത്തു നിന്നും ചോര ഒഴുകി പുറത്തു വന്നു. ഞാൻ സങ്കടപ്പെട്ടു. ജ്യേഷ്ഠനെ മഹാസുരനായ മായാവി കൊന്നുവെന്ന് വിചാരിച്ച് ഞാൻ ദുഃഖത്തോടെ കിഷ്കിന്ധയിലേക്ക് പോന്നു. വാനരന്മാർ വളരെയധികം ദുഃഖിച്ചു. പിന്നീട് എന്നെ വാനര രാജാവായി അവർ അഭിഷേകം ചെയ്തു. കാലം കുറെ കഴിഞ്ഞു. അപ്പോൾ മഹാബലവാനായ ബാലി മടങ്ങിയെത്തി. ഗുഹാമുഖം കല്ല് വെച്ചടച്ചത് തന്നെ കൊല്ലാനാണ് എന്ന് കരുതി ബാലി എന്നെ കൊല്ലാനെടുത്തു. ഭയത്തോടെ ഞാൻ പലയിടത്തും പാഞ്ഞു നടന്നു. ഒരിടത്തും തങ്ങാനാവാതെ വന്നപ്പോൾ ഋഷ്യമുഖാചലത്തിൽ അഭയം തേടി. മതംഗ മഹർഷിയുടെ ശാപഭയത്താൽ ബാലി ഇവിടെ വരികയില്ലെന്ന വിശ്വാസത്തോടെ അലയോ ലോകനാഥ, ഞാൻ ഇവിടെ താമസമായി. മൂഢനായ ബാലി എൻ്റെ ഭാര്യയെയും സ്വന്തമാക്കി. അങ്ങനെ നാടും നഗരവും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ദുഃഖത്തോടെ ഇവിടെ കഴിയുന്നു. അങ്ങയുടെ പാദപങ്കജ സ്പർശത്താൽ ഇപ്പോൾ സുഖം ലഭിച്ചു. സൂര്യപുത്രനായ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് കാരുണ്യപൂർവ്വം ശ്രീരാമൻ പറഞ്ഞു, നിന്റെ ശത്രുവിനെ കൊന്ന് രാജ്യം, പത്നി, സമ്പത്ത് എന്നിവ വീണ്ടെടുത്തു തരാം. രാമൻ്റെ ഈ വാക്കുകൾ സത്യമാണ്. മാനവേന്ദ്രനായ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ദ്രപുത്രനായ ബാലിയെ കൊല്ലാൻ വളരെ പ്രയാസമുണ്ട്. അവനോളം ബലം മറ്റൊരാളിനുമില്ല. ഞാൻ ബാലിയുടെ കയ്യൂക്ക് എത്രയുണ്ടെന്ന് പറഞ്ഞു തരാം. ഒരിക്കൽ ദുന്ദുബി എന്ന മഹാസുരൻ പോത്തിൻ്റെ വേഷത്തിൽ കിഷ്കിന്ധാപുരിയുടെ വാതിൽക്കൽ വന്ന് പോരിന് വിളിച്ചു. ക്രുദ്ധനായ ബാലി മഹിഷത്തിൻ്റെ കൊമ്പുകൾ പിടിച്ച് ഞെരിച്ച് ഭൂമിയിൽ വീഴ്ത്തിയിട്ട് അതിൻ്റെ തല ചവിട്ടിത്തെറിപ്പിച്ചു എടുത്ത് ചുഴറ്റി എറിഞ്ഞു. ഈ തല മതംഗമുനിയുടെ ആശ്രമത്തിനടുത്ത് ചെന്നു വീണു. ആശ്രമസ്ഥലം അസുരൻ്റെ രക്തം വീണ് അശുദ്ധമായി. ആശ്രമത്തിന് ദോഷം വരുത്തിയ ബാലി ഋഷ്യമൂകാചലത്തിൽ വന്നാൽ അവൻ്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കും എന്ന് ശപിച്ചു. മഹർഷിയുടെ ശാപം കേട്ട ബാലി അന്നു മുതൽ ഇവിടെ വരാതെയായി. അതിനാലാണ് ഭയം കൂടാതെ ഞാനിവിടെ കഴിയുന്നത്. മന്ദരപർവ്വതം പോലെ കിടക്കുന്ന ദുന്ദുബിയുടെ തല കണ്ടു. ഇത് എടുത്തെറിയാൻ കഴിയുന്ന ശക്തന് ബാലിയെ കൊല്ലാൻ കഴിയും. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ തൃക്കാലിലെ പെരുവിരൽ കൊണ്ട് ആ തല തട്ടി മേൽപോട്ടെറിഞ്ഞു. അത് 10 യോജന ദൂരെ പോയി വീണു. ഇത് കണ്ട് സുഗ്രീവനും മന്ത്രിമാരും അത്ഭുതപ്പെട്ടു. ശ്രീരാമനെ പ്രശംസിച്ചുകൊണ്ട് അവരെല്ലാം തൊഴുകയ്യുമായി നിന്നു. വീണ്ടും സുഗ്രീവൻ പറഞ്ഞു, ഈ താലങ്ങൾ പറയുമ്പോൾ മരങ്ങൾ, താലം കരിമ്പന എന്ന മൂലകൃതി ബാലിക്ക് ബലപരീക്ഷ നടത്തുന്നതിനുള്ളതാണ്. ബാലി പിടിച്ച് കുലുക്കുമ്പോൾ 7 മരങ്ങളുടെയും ഇലകൾ കൊഴിഞ്ഞു പോകും. വട്ടത്തിൽ നിൽക്കുന്ന ഇവ ഒറ്റ ബാണം കൊണ്ട് മുറിച്ചു വീഴ്ത്തിയാൽ അങ്ങയ്ക്ക് ബാലിയെ കൊല്ലാൻ കഴിയും. സൂര്യപുത്രനായ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട സൂര്യവംശജനായ ശ്രീരാമൻ വില്ലെടുത്ത് കുലച്ച് ഒരമ്പെയ്തു. വൃക്ഷങ്ങൾ 7ഉം പിളർന്നിട്ട് പർവ്വതവും ഭൂമിയും ഭേദിച്ചതിന് ശേഷം ജ്വലിച്ചുകൊണ്ട് ആ ബാണം തിരികെ ശ്രീരാമൻ്റെ അവനാഴിയിൽ എത്തി. അത്ഭുതപരവശനായ സുഗ്രീവൻ പുഞ്ചിരിയോടെ ശ്രീരാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് ലോകനാഥനായ പരമാത്മാവ് തന്നെ. സകലതിനും അവിടുന്ന് സാക്ഷിയാണ്. പണ്ട് ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ജനനമരണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ പരിശുദ്ധന്മാർ അങ്ങയുടെ പാദങ്ങൾ ഭജിക്കുന്നു. മോക്ഷപ്രദനായ അങ്ങയെ ലഭിച്ചതുകൊണ്ട് മോക്ഷമല്ലാതെ മറ്റൊന്നും ഞാൻ അപേക്ഷിക്കുന്നില്ല. പുത്രൻ, ഭാര്യ, ധനം, രാജ്യം തുടങ്ങി സകലതും അങ്ങയുടെ മായാവിരചിതവും നിഷ്ഫലവുമാണ്. അതിനാൽ മഹാദേവ, ലോകനാഥ, എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല. എന്നിൽ പ്രസാദിക്കണേ. എൻ്റെ ഭാഗ്യനിമിത്തം ആനന്ദാനുഭൂതി നൽകുന്ന പരബ്രഹ്മത്തെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു. മണ്ണിനു വേണ്ടി ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയതുപോലുള്ള ഒരു അനുഭവമാണോ ഇത്? ധർമ്മം, ദാനം, വ്രതം, തീർത്ഥസ്നാനം, തപസ്, യാഗം, പരോപകാരാർത്ഥം കുഴിക്കുന്ന കിണർ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒന്നും സംസാരജന്യമായ ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള ഭക്തി കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. അങ്ങയുടെ പാദപങ്കജങ്ങൾ കാണാൻ അവസരമുണ്ടായത് അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങയുടെ പാദകമലങ്ങളിൽ കാൽക്ഷണമെങ്കിലും മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നവന് ആപൽക്കാരിയായ അജ്ഞാനം മാറിക്കിട്ടും. ഒരാളിന് തൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭക്തിയോടെ രാമനാമം ജപിക്കുക. ദുരിതങ്ങൾ ഇല്ലാതായി അവൻ നല്ലവനും പരിശുദ്ധനും ആയിത്തീരും. മദ്യപനോ ബ്രഹ്മഹത്യ നടത്തിയവനോ ആയാലും അവൻ രാമനാമജപം കൊണ്ട് പെട്ടെന്ന് മുക്തനായിത്തീരും. ശത്രുജയത്തിലും ഭാര്യാസുഖത്തിലും എനിക്ക് ഒട്ടും താല്പര്യമില്ല. ദയാനിധിയായ മുകുന്ദ, മോക്ഷം നേടാൻ ഭക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട. ത്രൈലോക്യനാഥ, അങ്ങയുടെ പാദങ്ങളിൽ ഭക്തിയുണ്ടാകാനുള്ള മാർഗോപദേശിച്ച് എൻ്റെ പാപം മുഴുവൻ നശിപ്പിക്കണേ. ശത്രു, മിത്രം, മധ്യസ്ഥൻ എന്നീ ഭേദചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും മാറി
അങ്ങയുടെ പാതാരബിന്ദങ്ങളുടെ ദർശനം ലഭിച്ചതിനാൽ എനിക്ക് കേവലജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. ലോകനാഥ, അങ്ങയുടെ ശക്തിയായ മായാപ്രഭാവം കൊണ്ടാണ് പുത്രകളത്രാദികളോടുള്ള ബന്ധം ഉണ്ടാകുന്നത്. അല്ലയോ രമാകാന്ത, എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ഉറയ്ക്കുമാറാകണം. എൻ്റെ നാവ് എപ്പോഴും അങ്ങയുടെ നാമകീർത്തനത്തിൽ നാണമില്ലാതെ ഒഴുകണം. എൻ്റെ കൈകൾ കൊണ്ട് എപ്പോഴും അവിടുത്തെ പാദകമലങ്ങളിൽ അർച്ചന നടത്താൻ കഴിയണം. എൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ മനോഹര രൂപം കാണാൻ ഇടവരണം. അവിടുത്തെ മനോഹരമായ ചരിതം എപ്പോഴും കേൾക്കാൻ സന്ദർഭം ലഭിക്കണം. രഘുനാഥ, എൻ്റെ പാദങ്ങൾ എപ്പോഴും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കണം. ലോകനാഥ, അങ്ങയുടെ പാദപാംസുക്കളാകുന്ന തീർത്ഥങ്ങൾ എൻ്റെ ശരീരം മുഴുവൻ ധരിക്കുവാൻ കഴിയണം. എൻ്റെ ശിരസ്സുകൊണ്ട് നിത്യവും അങ്ങയുടെ പാദങ്ങൾ നമസ്കരിക്കാൻ ഇടയാകണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സുഗ്രീവനെ സന്തോഷപൂർവ്വം ശ്രീരാമൻ പിടിച്ച് മാറോടണച്ചു. ഇനി ബാലി സുഗ്രീവ യുദ്ധം എന്ന ഭാഗമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സുഗ്രീവനെ സന്തോഷപൂർവ്വം ശ്രീരാമൻ പിടിച്ച് മാറോടണച്ചു. ശരീരസ്പർശത്താൽ പാപം നശിച്ച് മംഗളസ്വരൂപനായി തീർന്ന സുഗ്രീവനെ കാരുണ്യകടലായ ഭഗവാൻ കാര്യസാധ്യത്തിനായി മായയിൽ നിന്നും മോചിപ്പിച്ചു. തുടർന്ന് സത്യസ്വരൂപനായ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, നീ പറഞ്ഞത് സത്യമാണ്. ഇനി സമയം കളയാതെ നീ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. ബാലിയെ കൊന്ന് നിനക്ക് രാജ്യാഭിഷേകം നടത്തി ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. അത് കേട്ട സുഗ്രീവൻ കിഷ്കിന്ധാപുരി ലക്ഷ്യമാക്കി ദുഃഖം കൂടാതെ നടന്നു. സൂര്യവംശജാതരായ രാമലക്ഷ്മണന്മാരും 4 മന്ത്രിമാരും സുഗ്രീവനെ പിന്തുടർന്നു. കിഷ്കിന്ധ നഗരിയുടെ വാതിൽക്കലെത്തിയ സൂര്യപുത്രനായ സുഗ്രീവൻ ബാലിയെ പോരിന് വിളിച്ചു. രാമാദികൾ മരങ്ങളുടെ പിന്നിൽ സഹായികൾ എന്ന നിലയിൽ മറഞ്ഞു നിന്നു. ക്രോധത്തോടെ അലറി വന്ന ബാലിയുടെ മാറിൽ സൂര്യപുത്രനായ സുഗ്രീവൻ കുത്തി. ഇന്ദ്രപുത്രനായ ബാലിയും സുഗ്രീവനെ തെരുതെര കുത്തി. വർദ്ധിച്ച കോപത്തോടെ ഇരുവരും തമ്മിൽ അതിഭയങ്കരമായി യുദ്ധം ചെയ്തു. ചോര പുരണ്ട് ഒരേ രൂപത്തോടു കൂടിയ ശക്തരായ അവർ പരസ്പരം പൊരുതിയപ്പോൾ ബാലിയേത് സുഗ്രീവനേത് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തൻ്റെ മിത്രമായ സുഗ്രീവന് ജീവനാശം ഉണ്ടാകുമോ എന്ന് പേടിച്ച് ശ്രീരാമന് അസ്ത്രപ്രയോഗം നടത്താൻ കഴിഞ്ഞില്ല. ബാലിയുടെ മുഷ്ടി കൊണ്ടുള്ള ഇടിയേറ്റ് രക്തം ഛർദ്ദിച്ച് തളർന്ന സുഗ്രീവൻ ഭയന്നോടി. ബാലി വീട്ടിലേക്ക് മടങ്ങി. ഭയന്നു വിറച്ച സുഗ്രീവൻ മരച്ചുവട്ടിൽ മറഞ്ഞുവെന്ന സൂര്യവംശജനായ ശ്രീരാമനോട് ദുഃഖത്തോടെ പരുഷമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കലാണ് അങ്ങയുടെ മനസ്സിലിരിപ്പ് എന്ന് ഞാൻ അറിഞ്ഞില്ല. വധാർഹനാണ് ഞാനെങ്കിൽ അസ്ത്രം പ്രയോഗിച്ച് എന്നെ കൊന്നുകളയുക. സത്യം ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ ധരിച്ചത് പിഴച്ചുപോയി. ശരണാഗത വത്സല, അങ്ങ് സത്യസന്ധനാണെന്ന് വിചാരിച്ചതും വെറുതെയായി. സൂര്യപുത്രനായ സുഗ്രീവൻ്റെ വാക്കുകൾ ദുഃഖത്തോടെ കേട്ട് നിറകണ്ണുകളോടെ അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, സ്നേഹിത, നീ ഭയപ്പെടേണ്ട. വർദ്ധിച്ച കോപാവേശത്തോടെ നിങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തിരിച്ചറിയാതെ ശരം പ്രയോഗിച്ചാൽ മിത്രവധം സംഭവിച്ചേക്കുമോ എന്ന് ഭയന്ന് അപ്പോൾ ഞാൻ ശരമയച്ചില്ല. ഇനി ഇത്തരം സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിനക്ക് ഒരടയാളം നൽകുന്നുണ്ട്. മടി കൂടാതെ നീ വേഗം പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. ഇന്ദ്രപുത്രനായ നിന്റെ ജ്യേഷ്ഠൻ ആസന്ന മരണനായി എന്ന് ഉറച്ചു കരുതിക്കൊള്ളൂ. ഈ സത്യം ഞാൻ രാമനാണെങ്കിൽ രാമൻ്റെ ഈ വാക്കുകൾ വെറുതെയാകുകയില്ല. ഇങ്ങനെ സുഗ്രീവനെ ആശ്വസിപ്പിച്ചിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു പൂമാല അണിയിച്ച് പെട്ടെന്ന് യുദ്ധത്തിന് അയക്കുക. അപ്രകാരം ലക്ഷ്മണൻ സുഗ്രീവനെ ഒരു പൂമാല അണിയിച്ച് സസന്തോഷം യുദ്ധത്തിന് അയച്ചു. ഇനി ബാലിവധം എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.